അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹു എത്ര വലിയവനാണെന്നറിയോ അല്ലേ? റബ്ബ് സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു, ലോകത്തുള്ള സർവ്വരും ചേർന്ന്, അതായത് ജിന്നുകളും മനുഷ്യരും മലക്കുകളും എല്ലാവരോടും ചേർന്നിട്ട് എന്ത് ചെയ്തു? അത് വേണ്ട എന്ന് വിചാരിച്ചു. എന്നാൽ റബ്ബ് എന്താണോ വിചാരിച്ചത് അതേ നടക്കും. അള്ളാഹു ചെയ്യാൻ ഉദ്ദേശിച്ച ആ സംഗതി അത് നടക്കും. ഇനി റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു സംഗതി വേണ്ട എന്ന് വിചാരിച്ചു, ചെയ്യണ്ട, അത് നടക്കണ്ട എന്ന് വിചാരിച്ചു, ലോകത്തുള്ള എല്ലാവരോടും ചേർന്നിട്ട് അത് നടക്കണമെന്ന് വിചാരിച്ചു. എന്നാൽ അള്ളാഹു വിചാരിച്ച സംഗതികളെ എന്ത് ചെയ്തു? അള്ളാഹു എന്താണോ വിചാരിച്ചത് നടക്കണ്ട എന്നെങ്കിൽ അത് നടക്കൂല. ഇതിന് ഏറ്റവും വലിയൊരു തെളിവാണ്, നമുക്കറിയാം, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന, കൽബ് കൊണ്ട് നമ്മളൊക്കെ കൊതിക്കുന്ന ഒരു സംഗതിയാണ് വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പരിശുദ്ധ മക്കയിലെത്തണമെന്ന്, അല്ലേ? ഹജ്ജിന് വേണ്ടി നമ്മൾ അവിടെ എത്തണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുകയും ദുആരൊക്കെ ചെയ്യും. അല്ലാഹുമ്മ വഫിഖ്നാ ഹജ്ജ ബൈതിക്കൽ ഹറം വസിയാറത റൗളതി നബിയിക സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മഅ സിഹ്ഹതി വൽ ആഫിയ ഖബ്ല അൻ തുമീതനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു ഞങ്ങളെ എത്തിച്ചേരണേ അല്ലാഹ്. നമ്മളൊക്കെ ആത്മാർത്ഥമായി ദുആരക്കുന്നവരാണ്. എന്നാൽ ഈ ദുആ ഖബൂലാക്കി അവിടെ എത്താൻ ആഗ്രഹിച്ചിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ത്യയിൽ നിന്നും എന്ത് ചെയ്യണം? നമുക്ക് അവിടേക്കുള്ള വിസ ലഭിക്കണം, അവിടെ പോകാനുള്ള വിസ ലഭിക്കണം. അതുപോലെ നമ്മുടെ പാസ്പോർട്ടൊക്കെ ക്ലിയർ ആയിരിക്കണം. നമുക്ക് പോകാനുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രൂപത്തിൽ, ശാരീരിക പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിൽ അവിടെ എത്താൻ കഴിയണം. ഈ ഒരു സംവിധാനമൊക്കെ ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് പരിശുദ്ധ മക്കയിലേക്ക് എത്താൻ കഴിയുള്ളൂ, അല്ലേ? അവിടേക്ക് പോകാൻ കഴിയുള്ളൂ. ഇനി ഒരാൾക്ക് ഇത് അങ്ങനെയാണ്, ഹജ്ജിന്റെ നിയമം അങ്ങനെ തന്നെയാണല്ലോ, അല്ലേ? ഹജ്ജ് നിർബന്ധമുള്ളത് ആർക്കാണ്? ശരീരത്തിന് ആപത്തുണ്ടാകണം, ആരോഗ്യം ഉണ്ടാകണം, അതുപോലെ തന്നെ സമ്പത്തുണ്ടാകണം, അതുപോലെ തന്നെ എന്താണ്, വഴിയാത്ര എന്ത് ചെയ്യണം? സുഗമമായിരിക്കണം, യാത്ര സുഗമമായിരിക്കണം. ഇത് മൂന്നും ക്ലിയർ ഉണ്ടെങ്കിൽ മാത്രമേ അവിടേക്ക് പോകൽ നിർബന്ധമുള്ളൂ. ഇനി ഒരാൾക്ക് സമ്പാദ്യം കുറേ ഉണ്ട്, പക്ഷേ അത് ശരീരത്തിന് സുഖമില്ല, എന്നാൽ അയാൾക്ക് നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല. ഇനി ശരീരത്തിന് സുഖമുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? സമ്പാദ്യമുണ്ട്, പക്ഷേ പോകാനുള്ള വഴികളൊക്കെ അടഞ്ഞേക്കാണ്, അങ്ങോട്ട് പോകാനുള്ള മാർഗങ്ങളൊന്നുമില്ല, അയാൾക്ക് പോകൽ നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല. ഇനി യാത്രാ സൗകര്യത്തിന് എല്ലാ വകുപ്പും ഉണ്ട്, എന്തുകൊണ്ട്? ശരീരത്തിന് സുഖമുണ്ട്, പക്ഷേ സമ്പാദ്യം കയ്യിലില്ല, സ്വത്തില്ല, എന്നാൽ പോകൽ നിർബന്ധമുണ്ടോ? ഇല്ല. ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ പോകൽ നിർബന്ധമുള്ളൂ കേട്ടോ, പോകോ ഇല്ലയോ എന്നുള്ളതല്ല, പോകൽ നിർബന്ധമുള്ളൂ. എന്നാൽ ഒരാൾ അങ്ങനെ പോകാൻ തീരുമാനിച്ചു, എന്നാൽ അയാൾ അവിടെ എത്തണമെന്നുണ്ടോ? ഇല്ല. റബ്ബിന്റെ വിധി വരണം, അവിടെ എത്തണമെങ്കിൽ അള്ളാഹുവിന്റെ വിളി വരണം. ഇനി അള്ളാഹുവിന്റെ വിളി വന്നു, ഒരാളുടെ കയ്യിൽ ഇതൊന്നുമില്ല, എന്നാൽ അവിടെ എത്താതിരിക്കുമോ? അവിടെ എത്തുക തന്നെ ചെയ്യും. അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് റബ്ബ് സുബ്ഹാനഹു തആല വിളിച്ച ആ വിളി ഉത്തരം ചെയ്തുകൊണ്ട് അവിടെ എത്താൻ കാത്തിരുന്ന ഒരു മനുഷ്യൻ, ഒരു ലിബിയക്കാരനായ, നിങ്ങൾ ഈ ഫോട്ടോ കാണുന്നുണ്ടാവില്ലേ, ഒരു ലിബിയക്കാരനായ, അദ്ദേഹത്തിന്റെ പേര് ആമിർ ഹുസൈൻ അൽ ഗദ്ദാഫി. അദ്ദേഹം ഹജ്ജിന്റെ ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കി പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടിയിട്ട് ഇഹ്റാമിന്റെ വേഷത്തിൽ എയർപോർട്ടിലെത്തി. പക്ഷേ എന്തോ ഇമിഗ്രേഷൻ പ്രോസസ്സിങ്ങിന്റെ കാരണമായിട്ട് സെക്യൂരിറ്റി തടഞ്ഞു വെച്ചു. എന്തോ ഒരു പ്രശ്നം കാരണം അദ്ദേഹത്തിന്റെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു വിഷയത്തിന് വേണ്ടി തടഞ്ഞു വെച്ചു. അദ്ദേഹം പോകേണ്ടിയിരുന്ന ഫ്ലൈറ്റ് അദ്ദേഹത്തെ കൂട്ടാതെ എന്ത് ചെയ്തു? പോയി, പുറപ്പെട്ടു. എത്ര സങ്കടം ഉണ്ടാവും മനുഷ്യന്റെ മനസ്സിൽ. അദ്ദേഹം എത്രയോ ആഗ്രഹിച്ചു, കൊതിച്ചു വന്നിട്ടാണല്ലോ ആ ഒരു സംഗതികളൊക്കെ ക്ലിയർ ആക്കിയിട്ട് തനിക്ക് പോകണം എന്നുള്ള ആ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നാണ്. പക്ഷേ എന്തോ ഒരു കാരണത്താൽ അദ്ദേഹത്തെ തടഞ്ഞു വെക്കപ്പെട്ടു. പക്ഷേ ആ പോയ ഫ്ലൈറ്റ് ഉണ്ടല്ലോ, പുറപ്പെട്ടു പോയ ഫ്ലൈറ്റ്, അത് പാതി വഴിയിൽ വെച്ച് അതിൻ്റെ എൻജിൻ തകരാറായി തിരിച്ച് വീണ്ടും ആ എയർപോർട്ടിലേക്ക് തിരിച്ചു വന്നു. സുബ്ഹാന ജല്ല ജലാലു. എയർപോർട്ടിൽ വന്നിട്ട് അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തു, അത് ക്ലിയർ ആക്കി. അദ്ദേഹം വീണ്ടും സെക്യൂരിറ്റിയോട്, അവിടുത്തെ ഉദ്യോഗസ്ഥരോട് യാചിച്ചു, പോകാനുള്ള അനുവാദം ചോദിച്ചു. പക്ഷേ അപ്പോഴും ക്ലിയർ ആകാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അനുവാദം കിട്ടിയില്ല. വീണ്ടും അദ്ദേഹം നിരാശപ്പെടുകയാണ്, സങ്കടപ്പെടുകയാണ്. പോകാനുള്ള അവസരം അദ്ദേഹത്തിന് നിഷേധിക്കപ്പെടുകയാണല്ലോ. വീണ്ടും ഫ്ലൈറ്റ് പറന്നുയർന്നു. രണ്ടാമത് വീണ്ടും പോയി, വീണ്ടും മടങ്ങി വന്നു. വീണ്ടും തകരാറായി, എൻജിൻ തകരാറായി. സുബ്ഹാന ജല്ല. അതിലെ പൈലറ്റ് ഇറങ്ങി ചെന്ന് ആ പോകാത്ത ആളെയും കൂട്ടിയിട്ട് ഇനി പോവുകയുള്ളൂ എന്ന് എന്ത് ചെയ്തു? പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ എമിഗ്രേഷൻ പ്രോസസ്സിങ്ങൊക്കെ ക്ലിയർ ആക്കി അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ഫ്ലൈറ്റിൽ കയറ്റി. മൂന്നാമത്തെ തവണ വിമാനം പറന്നുയർന്നു. അദ്ദേഹം ഇപ്പോൾ സൗദിയിലെത്തിയിട്ടുണ്ട്, പരിശുദ്ധ മക്കയിലെത്തിയിട്ടുണ്ട്. നോക്കുക, അള്ളാഹുവിടെ എത്താൻ ഉദ്ദേശിച്ച ആള്, ഇനി അയാളെ ആരൊക്കെ തടഞ്ഞു വെച്ചാലും, എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാലും ശരി, റബ്ബ് അവിടെ എത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അയാളെ എത്തിച്ചിട്ടേ ആ ഫ്ലൈറ്റ് പോകുമോ, അയാളെ എത്തിച്ചിട്ടേ, അയാളെയും കൊണ്ടേ അത് ഉയരുകയുള്ളൂ. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, റബ്ബിൻ്റെ തീരുമാനമാണ്. എത്ര സന്തോഷമായിട്ടുണ്ടാവും ഇല്ലേ? അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, ആത്മാർത്ഥമായ പ്രാർത്ഥന കാരണമായിട്ടാണല്ലോ അവിടെ എത്തിച്ചത്. അള്ളാഹു നമ്മെ അവിടെ എത്തിച്ചേരുമാറാട്ടെ. നമ്മുടെ കൽബിലും അതിയായ ആഗ്രഹം വേണം, അതിയായ പ്രാർത്ഥന വേണം. സന്തോഷത്തോടുകൂടി റബ്ബിനോട്, റബ്ബേ ഞങ്ങൾക്ക് അതിനുള്ള വഴികൾ തുറന്നു തരണേ അള്ളാഹ് എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ഇറക്കണം.
അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അവിടെ എത്തിച്ചേരുമാറാകട്ടെ. റബ്ബെ, ഞങ്ങളെ നീ എത്തിച്ചേരണേ അല്ലാ, ഞങ്ങളെ എത്തിച്ചേരണേ. ഞങ്ങളുടെ മുമ്പിൽ അത്ഭുതങ്ങൾ കാണുകയാണ്, ഞങ്ങളുടെ മുമ്പിൽ വലിയ പാഠങ്ങൾ ഞങ്ങൾക്ക് കാണുകയാണ്. റബ്ബെ, ഞങ്ങളെയും അതുപോലെ ഒന്നുമില്ലെങ്കിലും ഞങ്ങളെ അവിടെ എത്തിച്ചേരാൻ നീ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നിന്റെ ഉദ്ദേശത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല. നീ ഞങ്ങളെ എത്തിച്ചേരണേ അല്ലാ. നിങ്ങൾക്ക് ആത്മാർത്ഥമായി ദ്വാരക്കണം, എനിക്ക് വേണ്ടി ദ്വാരക്കണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.